Welcome to Linus Walks, your voice, your victory. 2025 ജൂൺ 1 നോർവേ. ചെസ് ലോകത്തെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ മാഗ്നസ് കാൾസന്റെ എതിർവശത്ത് ഇന്ത്യയുടെ യുവ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ്. തുടർന്ന് ലോകശ്രദ്ധ നേടിയ ആ നിമിഷം കളി കൈവിട്ടെന്ന് മനസ്സിലായ കാൾസൻ. Frustration took over. He slammed his hand on the table, scattering the chess pieces across the board. എന്നാൽ ഗുകേഷ് ശാന്തനായി തന്നെ ഇരുന്നു. പല ഇന്ത്യക്കാർക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷം. പക്ഷേ അതിനപ്പുറം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ദിസ് ഗ്രേറ്റ് മൈൻഡ് ഗെയിം which traveled across the world had actually begun its journey in India. ഏകദേശം 15 നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകാം. ആധുനിക ചെസ്സിൻ്റെ ആദ്യകാല രൂപങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയിലെ ചതുരംഗം എന്ന് നമുക്കേവർക്കും അറിയാം. പുരാതന സൈന്യത്തിലെ 4 പ്രധാന വിഭാഗങ്ങളായ കാലാൾപ്പട, ഇൻഫൻട്രി, കുതിരപ്പട, കാവൽറി, ആനപ്പട, എലഫൻട്രി, രഥപ്പട, ചാരിയട്രി എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ചതുരംഗം. ഇൻ ചെസ്, എ ബാറ്റിൽ ഫീൽഡ് became a board and warriors became pieces. ഇന്ത്യയിൽ നിന്ന് ഈ കളി പേർഷ്യയിലെത്തി. അവിടെ അത് ഷത്റഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടു. തുടർന്ന് ഇസ്ലാമിക ലോകത്തിലൂടെ യൂറോപ്പിലേക്കും വ്യാപിച്ചു. Along this journey, the name of the pieces, their appearance, and even some of their moves gradually evolved. Now, let's talk about knight. അതിൻ്റെ പൂർവ്വരൂപം കുതിരപ്പടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നൈറ്റിനെ നമ്മൾ കുതിരയുടെ രൂപത്തിൽ കാണുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് എൽ ഷേപ്പിൽ നീങ്ങുന്നത്? മറ്റുള്ള കരുക്കളുടെ മുകളിലൂടെ ചാടാൻ നൈറ്റിന് മാത്രം എങ്ങനെ കഴിയുന്നു? അതിൻ്റെ യഥാർത്ഥ കാരണം ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ലീപ്പിംഗ് മൂവ്മെൻറ്റ് വളരെ പഴക്കമുള്ളതാണ്. കാലാൾപ്പടയിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കുവാനും എടുത്തു ചാടുവാനും കുതിരപ്പടയ്ക്ക് കഴിഞ്ഞിരുന്നതുപോലെ ചെസ് ബോർഡിലും നൈറ്റിൻ്റെ നീക്കം മറ്റെല്ലാ കരുക്കളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈവൻ ടുഡേ ദ നൈറ്റ് ഈസ് ദ ഓൺലി ചെസ് പീസ് ദാറ്റ് ക്യാൻ ജംപ് ഓവർ അതർ പീസസ്. നൗ ബിഷപ്പ്. ഒരു യുദ്ധഭൂമിയിൽ ബിഷപ്പിന് എന്താണ് കാര്യം എന്നാലോചിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഒറിജിനലി ഇറ്റ് വാസ് എൻ ബിഷപ്പ് അറ്റ് ഓൾ. ഇറ്റ് വാസ് എൻ എലഫൻറ്റ്. ചതുരംഗത്തിലെ ആനയാണ് ഇതിൻ്റെ ഇന്ത്യൻ പൂർവ്വരൂപം. ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്കും അറബ് ലോകത്തിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ചെസ് സഞ്ചരിച്ചപ്പോൾ ഈ കരുവിൻ്റെ പേരും രൂപവും മാറി. ഇംഗ്ലീഷ് ചെസ്സിൽ അത് പിന്നീട് ബിഷപ്പായി. പഴയ ആനയുടെ നീക്കം ഇന്നത്തെ ബിഷപ്പിനേക്കാൾ പരിമിതമായിരുന്നു. ഇന്ന് ബോർഡിലൂടെ ദീർഘമായി ഡയഗണലായി സഞ്ചരിക്കുന്ന ശക്തമായ ബിഷപ്പ് പിന്നീട് രൂപപ്പെട്ടതാണ്. അടുത്തത് റൂക്ക്. അതിൻ്റെ ഇപ്പോഴത്തെ രൂപം കാരണം നമ്മളിൽ പലരും അതിനെ കാസൽ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ചരിത്രം എത്തുന്നത് പുരാതന ഇന്ത്യൻ സൈന്യത്തിലെ രഥത്തിലേക്കാണ്. പേർഷ്യയിൽ ചെസ് എത്തിയപ്പോൾ അതിനെ റുക്ക് എന്ന് വിളിച്ചു വന്നു. അത് പിന്നീട് ഇംഗ്ലീഷിലെ റൂക്ക് ആയി മാറി. എന്നാൽ ചെസ് യൂറോപ്പിൽ എത്തിയപ്പോൾ രഥത്തെക്കാളും യുദ്ധഭൂമിയുമായി ബന്ധപ്പെട്ട് കോട്ടകൾക്ക് പ്രാധാന്യമേറിയപ്പോൾ ദ ഷേപ്പ് ഓഫ് ദ പീസ് turned into a castle. നേരെ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കുമുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് ചെസ്സിലെ വളരെ പഴയ നീക്കങ്ങളിൽ ഒന്നാണ്. ഇനി ക്വീൻ. ഈ പീസ് ഒറിജിനലി റാണി ആയിരുന്നില്ല. മാത്രമല്ല ഇന്നത്തെ പോലെ ശക്തയുമായിരുന്നില്ല. ചെസ്സിൻ്റെ പഴയ രൂപങ്ങളിൽ രാജാവിനടുത്തുണ്ടായിരുന്ന കരു ഒരു ഉപദേശകനെയോ ഓർ ഒരു മിനിസ്റ്ററിനെയോ പ്രതിനിധീകരിച്ചിരുന്നു. അതിൻ്റെ നീക്കങ്ങളും വളരെ പരിമിതമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ ചെസ് പരിണമിച്ചപ്പോൾ ഈ കരു ക്വീൻ ആയി മാറുകയും കൂടുതൽ ശക്തി നേടുകയും ചെയ്തു. ടുഡേ ദ ക്വീൻ കമ്പൈൻസ് ദ സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ റൂക്ക് വിത്ത് ദി ഡയഗണൽ മൂവ്മെൻറ്റ് ഓഫ് ദ ബിഷപ്പ്, മേക്കിംഗ് ഹർ ദ മോസ്റ്റ് പവർഫുൾ പീസ് ഓൺ ദ ബോർഡ്. പക്ഷേ ക്വീനിന് ബോർഡിലൂടെ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുമ്പോൾ കിങ്ങിന് എന്തുകൊണ്ട് ഒരു സ്ക്വയർ മാത്രം? ഈ ഒരു സ്ക്വയർ മൂവ്മെൻറ്റിന് വളരെ പഴക്കമുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ രൂപപ്പെട്ടതെന്ന് കൃത്യമായി എവിടെയും നമുക്കറിയുന്നില്ല. പക്ഷേ കിങ്ങിൻ്റെ പ്രാധാന്യം എത്ര ദൂരം നീങ്ങാൻ കഴിയുമെന്നതിലല്ല,
കിങ്ങിനെ സംരക്ഷിക്കുക എന്നതാണ് കളിയുടെ കേന്ദ്രം. The most important piece on the chessboard is not necessarily the most powerful one with its movements. ഇനി ഏറ്റവും ചെറിയ കരുവായ പോൺ. അതിൻ്റെ പൂർവ്വരൂപം കാലാൾപ്പടയിലെ സാധാരണ സൈനികനായിരുന്നു. അതുകൊണ്ട് തന്നെ പലവരും പോണിനെ സോൾജർ എന്നും വിളിക്കാറുണ്ട്. പോൺ മുന്നോട്ടാണ് നീങ്ങുന്നത്, പിന്നിലേക്ക് മടങ്ങാൻ കഴിയില്ല. എന്നാൽ ഈ ചെറിയ കരു ബോർഡിൻ്റെ മറുവശത്ത് എത്തിച്ചേർന്നാൽ അതിന് വലിയ പ്രമോഷൻ ലഭിക്കും. സാധാരണയായി അത് ക്വീനായി മാറാനാണ് സാധ്യത. One of the weakest pieces on the board can become one of the strongest. Let's understand. Chess was shaped by cultures and civilizations over centuries. Checkmate എന്ന വാക്ക് പോലും പേർഷ്യൻ വാക്കായ ഷാ മത്ത് ൽ നിന്ന് വന്നതാണ്. ഷാ എന്നാൽ രാജാവ്, മത്ത് എന്നാൽ ഹെൽപ്ലെസ്നെസ്, രാജാവിനെ നിസ്സഹായനാക്കി എന്നർത്ഥം. ജൂലൈ 20 ഇൻ്റർനാഷണൽ ചെസ് ഡേ. 1924 ജൂലൈ 20 പാരീസിൽ ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷനായ ഫീഡെ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ആചരിക്കുന്നത്. ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ചെസ് ഡേ എനിക്ക് ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു. ഒറ്റപ്പാലത്തെ AMC അലൈഡ് മാനേജ്മെൻറ്റ് കോളേജ് ഹോസ്റ്റ് ചെയ്ത പാലക്കാട് ഡിസ്ട്രിക്ട് അണ്ടർ-19 ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിരവധി യുവ ചെസ് പ്രതിഭകൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു. വിജയികൾക്ക് ട്രോഫികൾ നൽകിയും അനുമോദിച്ചു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് AMC ഒരു ചെക്ക്മേറ്റ് ചാലഞ്ചും സംഘടിപ്പിച്ചു. ഇൻ ചെസ് എവറി മൂവ് ഇസ് എ ഡിസിഷൻ. ഇൻ ലൈഫ് എവറി ഡിസിഷൻ ഷേപ്സ് ദ ഫ്യൂച്ചർ. See you in my next video, Dr. Meena.